ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഓണത്തേക്കാൾ മെച്ചപ്പെട്ട നിലയിൽ എല്ലാ ഉൽപ്പന്നങ്ങളും വില കുറച്ചും ന്യായവിലയ്ക്കും ലഭ്യമാകുന്ന കേന്ദ്രമായി ഈ ക്രിസ്മസ് നാളിൽ സപ്ലൈകോ ഔട്ട്ലെറ്റുകൾ മാറുകയാണ്. ഇനി മുതൽ എല്ലാ സ്റ്റോറിലും എല്ലാ ഉൽപ്പന്നങ്ങളും ലഭ്യമാകും. ഒരു നിയന്ത്രണവുമില്ല. അതുപോലെ എല്ലാ കാർഡുകാർക്കും എല്ലാ ഔട്ട്ലെറ്റുകളിൽ നിന്നും ഉൽപ്പന്നങ്ങൾ വാങ്ങാനുള്ള സൗകര്യം ഒരുക്കുകയാണ്. സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് ഏറ്റവും ആശങ്ക വെളിച്ചെണ്ണ, അരി ഇതുപോലുള്ള സാധനങ്ങളിലാണ്. അതിലെങ്ങനെയാണ് ഒരു ഇടപെടൽ? അത്തവണ ക്രിസ്മസ് പ്രമാണിച്ച് കാക്കിനാട് നമ്മുടെ ജീവനക്കാർ പോയി അവിടെ നിന്ന് പ്രത്യേക വാഗണിൽ അരി കൊണ്ടുവന്നിട്ടുണ്ട്. സപ്ലൈകോഡ് ഔട്ട്ലെറ്റിൽ 25 രൂപ നിരക്കിൽ 20 കിലോ അരി ഏത് കാർഡുകാർക്കും വാങ്ങാം. വെളിച്ചെണ്ണയുടെ കാര്യത്തിൽ ഓണക്കാലത്ത് 319 രൂപയാണ് സബ്സിഡി വില. 1/2 ലിറ്റർ വെളിച്ചെണ്ണയാണ് ആദ്യത്തെ ഘട്ടത്തിലുണ്ടായിരുന്നത്. അത് ഓണത്തിന് 1 ലിറ്റർ ആക്കി. ഓണം അവസാന നാളുകളായപ്പോൾ നമ്മൾ 2 ലിറ്റർ ആക്കി. ഇത്തവണ ക്രിസ്മസ് പ്രമാണിച്ച്, ന്യൂ ഇയർ പ്രമാണിച്ച് ഇന്ന് മുതൽ 2 ലിറ്റർ വെളിച്ചെണ്ണ 309 രൂപ നിരക്കിൽ 10 രൂപ വീണ്ടും കുറയുകയാണ്. ഏത് കാർഡുകാർക്കും വാങ്ങാനുള്ള സൗകര്യം. അതിന് പുറമെ നോൺ സബ്സിഡി ആയിട്ട് 349 രൂപയായിരുന്നു. അത് 20 രൂപ കുറച്ച് 329 രൂപ നിരക്കിൽ അത് 2 ലിറ്റർ വാങ്ങിക്കാം. അടുത്ത മാസത്തത് ഇപ്പോഴേ വാങ്ങാനുള്ള അവസരങ്ങൾ നൽകിയിരിക്കുകയാണ്. ഇതൊക്കെ പറയുമ്പോഴും ക്വാളിറ്റിയിൽ നോ കോംപ്രമൈസ്, അങ്ങനെ തന്നെയല്ലേ? ക്വാളിറ്റി പരമാവധി മെച്ചപ്പെടുത്താനാണ് ഓരോ തവണയും ശ്രമിക്കുന്നത്. എന്തെങ്കിലും പരാതികൾ വരുന്നെങ്കിൽ അത് കൂടുതൽ മെച്ചപ്പെടുത്താനുള്ള നടപടി സ്വീകരിക്കുന്നതാണ്. ഇത്തവണ ഞാൻ നോക്കുമ്പോൾ വന്നിട്ടുള്ള ഉൽപ്പന്നങ്ങൾ നല്ല ക്വാളിറ്റിയാണ്. അരി ഉൽപ്പന്നങ്ങൾ, വെളിച്ചെണ്ണ ഉൾപ്പെടെയുള്ള ഉൽപ്പന്നങ്ങൾ നല്ല ക്വാളിറ്റിയാണ് കാണാൻ കഴിഞ്ഞത്. ഈ കേന്ദ്രത്തിന്റെ ഒരു ഇടപെടലും സഹായവും ഒക്കെ എങ്ങനെയാണ് സർക്കാരിന് ലഭിക്കുന്നത്? നമ്മളത് പറയുമ്പോൾ എപ്പോഴും ആളുകൾ വിചാരിക്കുന്നത് സ്ഥിരമായി കേന്ദ്രത്തിനെ കുറ്റപ്പെടുത്തണമെന്നാണ്. ആ സമീപനമാണ് നമ്മോട് സ്വീകരിക്കുന്നത്. ഇന്ത്യയിൽ കേരളമല്ലാതെ ഏതെങ്കിലും ഒരു സ്റ്റേറ്റിൽ ഏതെങ്കിലും ഒരു ഉൽപ്പന്നം സബ്സിഡൈസ് റേറ്റിലോ ഇതുപോലെ കൊടുക്കുന്നൊരു സംവിധാനം രാജ്യത്ത് ഒരിടത്തുമില്ല. അപ്പം നമുക്ക് ഇതെല്ലാം ചെയ്യുമ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റും മന്ത്രിയും എല്ലാം ചോദിക്കുന്നൊരു ചോദ്യം, നിങ്ങളിതൊക്കെ നടത്തുന്ന ധൂർത്താണ്, ജനങ്ങൾക്ക് ഇങ്ങനെ സബ്സിഡി നൽകേണ്ട കാര്യമില്ലെന്നുള്ള സമീപനമാണ് അവരുടെ മനസ്സ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതിലപ്പുറത്ത് വലിയ പ്രതീക്ഷയൊന്നും അവിടുന്ന് ലഭ്യമാകുമെന്ന് പ്രതീക്ഷിക്കേണ്ട.